ഹരേ കൃഷ്ണ. സർവത്ര നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രേണുക ഉണ്ണിക്കണ്ണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എന്ന ഭാവം മാറ്റിവെച്ചാലാണ് നമ്മൾ ഈശ്വരനിലേക്ക്, നമ്മുടെ ഭഗവാനിലേക്ക് എത്തുള്ളൂ. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു കഥയാണ് ഇന്ന്. ഗുരുവായൂർ അമ്പലത്തിലെ ഏകദേശം 9 മണി ആവുമ്പോഴത്തേക്കും പന്തിരടി പൂജയുടെ സമയമാവും കേട്ടോ. ഭഗവാന് പായസം നേദിക്കാൻ. പായസം എന്ന് പറയുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷമാണ്. ഒരു മധുരവും ആണല്ലോ അത് ഭഗവാനുള്ള നിവേദ്യമാണ്. അതിൻ്റെ സ്വാദ് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ. ഇതൊക്കെ ഉണ്ടാക്കണത് ആരാ ഇതൊക്കെ ഉണ്ടാക്കണതെന്ന് അറിയോ? കീഴ്ശാന്തിമാരാണ് ഇത് ഉണ്ടാക്കണത്. പണ്ട് പായസം ഉണ്ടാക്കിയിരുന്നത് ഇടപ്പള്ളിയിലായിരുന്നു. പിന്നെ ഒരുപാട് പായസം ഉണ്ടാക്കാൻ ആയപ്പോൾ പുറത്ത് അടുപ്പും വലിയ ചരക്കും ചട്ടകും ഒക്കെ ആയിട്ടാണ് കീഴ്ശാന്തിക്കാരുണ്ടാക്കുന്നത്. ഇതിന് ചകിരിയും ചിരട്ടിയാണ്, അതാണ് അവിടെ പ്രധാനം കേട്ടോ. മറ്റുള്ള വിറകോ ഒന്നും ഉപയോഗിച്ചിരുന്നില്ല. ചകിരിയും ചിരട്ടിയും മാത്രമാണ് ഉപയോഗിച്ചിരുന്നത്. വേറൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഉപയോഗിക്കുന്നത് അവിടെ അങ്ങനെയാണ്. വളരെ പെട്ടെന്നാണ് ഈ പായസം ഉണ്ടാക്കണത്. പെട്ടെന്ന് പായസത്തിൻ്റെ പരിപാടി കഴിയും. എത്ര ഉണ്ടാക്കണം എന്ന് പറഞ്ഞാലും ഭഗവാൻ അത് വേഗം ഉണ്ടാക്കി കൊടുക്കുകയാണ് ശരിക്കും, അല്ലേ? അവർക്കറിയാം ഭഗവാന്റെ അനുഗ്രഹത്തോട് കൂടിയിട്ടാണ് ഇത് ഉണ്ടാക്കണതെന്ന്. പായസം ഉണ്ടാക്കി കഴിഞ്ഞാലോ പകർത്തിയിട്ട് രണ്ടാളും കൂടിയിട്ട് തോളിൽ ഇങ്ങനെ തൂക്കിയിട്ട് വെച്ചിട്ട് ഓടിയിട്ട് കൊണ്ടുവയ്ക്കും. ചൂട് തിളയ്ക്കണ പായസമായിരിക്കും കേട്ടോ. ഓടി അവിടെ കൊണ്ടുവയ്ക്കുക ചെയ്യാം. അതിനുള്ളിലേക്ക് എത്തിക്കും. കുറേ സമയം കാത്തു നിൽക്കണം കേട്ടോ പായസം നേദിച്ചത് കിട്ടാൻ വേണ്ടിയിട്ട്. ചിലർക്കൊക്കെ അതിശയാണ്, എങ്ങനെയാണല്ലേ വെറും ചകിരിയും ചിരട്ടയും ഉപയോഗിച്ചിട്ട് പായസം ഉണ്ടാക്കണത് എന്നൊക്കെ ചിലർക്കൊക്കെ ഭയങ്കര അതിശയാണ്. അത് ചകിരിയും ചിരട്ടയും മാത്രമാണ്. ഇപ്പോൾ ആണെങ്കിൽ എല്ലാ അമ്പലങ്ങളിലും ഗ്യാസാണല്ലോ. എന്നാൽ ഗുരുവായൂർ അമ്പലത്തിൽ മാത്രം ചിരട്ടയും ചകിരിയാണ് കേട്ടോ. ചിലർ പറയും ആ പായസം ഉണ്ടാക്കണ ചരക്കൊന്ന് കാണാൻ തന്നെ എന്തു ഭംഗിയാണ്. ആ ചരക്കിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ചരക്ക് എന്ത് രസമാണ്. ചരക്കിനെ ഒന്ന് തൊട്ട് നിറിയിൽ വെച്ചാലോ. ചരക്കിനെ പറ്റിയിട്ട് ഇങ്ങനെ വർണ്ണിക്കും ചിലർ കേട്ടോ. ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് തൊഴുതെല്ലാം കഴിഞ്ഞിട്ട് വേണം ആ ചരക്കിനെ ഒന്ന് കാണാൻ പോകാൻ വേണ്ടിയിട്ട്. ആ ഉരുളീനെ ഒന്ന് കാണാൻ പോകണം എന്നൊക്കെ. ഭഗവാന്റെ പായസം വെക്കണതല്ലേ, ഇതൊരു ഭംഗി അതിനെ കാണാൻ എന്നൊക്കെ പറയും. ഇതൊക്കെ കേട്ട് ദേഷ്യം വന്ന ഒരാളവിടെ ഇരിപ്പുണ്ട് കേട്ടോ. ആ ചരക്കിൻ്റെ അടുത്ത് ഒരു മൂലയിൽ കുറച്ച് ദിവസമായി ദേഷ്യം വന്നിട്ട്. കഷ്ടം, കത്തിക്കുന്ന ചകിരീനെയും ചിരട്ടേനെയും പറ്റി പോലും പറയുന്നു. ഈ കഷ്ടപ്പെട്ട് ഞാനാണ് ഈ തിളയ്ക്കണ പായസത്തിൽ കിടന്നിട്ട് ഏളാക്കി കുറുക്കി പായസം ഈ പരുവത്തിലാക്കണമെന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? എത്ര കഷ്ടപ്പാടുണ്ട്. ഒരാളെങ്കിലും എന്നെക്കുറിച്ച് പറയുന്നുണ്ടോ? ഒരാൾ പോലും എന്നെക്കുറിച്ച് പറയുന്നില്ല. ഈ പരുവത്തിൽ ഞാൻ ഇളക്കി കുറുക്കി പായസം ഈ പരുവത്തിലാക്കുന്നത് എത്ര കഷ്ടപ്പാടുണ്ട്. എന്നിട്ട് എന്നെ ആരും തിരിഞ്ഞു നോക്കില്ല എന്ന് ഈ ചട്ടകം ഇങ്ങനെ വിചാരിക്കണം കേട്ടോ. വല്ലാത്തൊരു കഷ്ടം. ഈ ചരക്ക് പോലും കഴുകി ഒന്ന് കാണാൻ വരണമെന്ന് പറയണവരുണ്ട്, കഴുകണത് കാണാൻ വരണമെന്ന്. എന്നാൽ ചട്ടകത്തിന് മാത്രം ആരും പറയുന്നില്ല. വല്ലാത്തൊരു കഷ്ടം. ഞാനില്ലെങ്കിൽ കാണായിരുന്നു, കരിഞ്ഞ് എന്താവുമെന്ന് അറിയാം പായസം കരിഞ്ഞിട്ട് എന്താവും അറിയാമെന്ന് പറഞ്ഞിട്ട് ചട്ടകം പറയാൻ കേട്ടോ. ദിവസം വിചാരിക്കും എന്നെ നാളെ ആരെങ്കിലും നല്ലത് പറയായിരിക്കും, എന്നെ നാളെ ആരെങ്കിലും സ്നേഹിക്കായിരിക്കും, ഇങ്ങനെ വിചാരിച്ചു കൊണ്ടേയിരിക്കും. ഒരു ദിവസം ചട്ടകത്തിനങ്ങോട്ട് ദേഷ്യം വന്നു. ചട്ടകം അതിൻ്റെ ആണിയൊക്കെ അഴിച്ചു വെച്ച് എന്നിട്ട് അറിയാത്ത പോലെ ഇങ്ങനെ നിന്നു, മൂലക്ക് ഇങ്ങനെ നിന്നു. അങ്ങനെ പായസം ഉണ്ടാക്കാൻ റെഡിയായി. പിറ്റേ ദിവസം പായസം ഉണ്ടാക്കാൻ റെഡിയായി. പായസം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചരക്കൊക്കെ കൊണ്ടുവച്ച് അതിൽ വെള്ളം ഒഴിച്ച് അരിയിട്ട് ചട്ടകം എടുത്ത് നോക്കിയപ്പോഴേ ചട്ടകത്തിൻ്റെ ആണിയില്ല. ചട്ടകത്തിൻ്റെ ആണിയില്ലല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നായി. അപ്പോൾ ഒരാൾ അപ്പുറത്ത് നിന്നിട്ട് വേറൊരാൾ പറയാണ്, സാരമില്ല, വേറെ ചട്ടകം കൊണ്ടുവരൂ, ഇഷ്ടം പോലെ ചട്ടകം ഉണ്ടല്ലോ, പുതിയ ചട്ടകം കൊണ്ടുവരുമെന്ന്. എന്നിട്ട് പഴയ ചട്ടകത്തിന് എന്ത് ചെയ്തെന്നറിയോ? പഴയ ചട്ടകത്തിനെ പാത്രം കഴുകണം. അവിടേക്ക് ഒരൊറ്റ ഏറ്. വല്ലാത്തൊരു ദേഷ്യവും വല്ലാത്തൊരു വിഷമവുമായി. ചട്ടകം എന്താ വിചാരിച്ചത്? ഞാനായിരിക്കും ഈ പായസത്തിന് സ്വാദ് കൂട്ടണതെന്നും ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല എന്നാണ് ഞാൻ വിചാരിച്ചത് ചട്ടകം. എന്നിട്ട് എന്തുണ്ടായി? ഒരു ആളും ശ്രദ്ധിച്ചില്ല. അതിൻ്റെ ആവശ്യം അത് പൊട്ടി അതിൻ്റെ ആണി ഇളകിന്ന് കണ്ടപ്പോൾ അതിനെ മൂലക്കിട്ട് വലിച്ചെറിഞ്ഞു. എന്നിട്ട് പുതിയ ചട്ടകം എടുത്തു. അപ്പോൾ എന്താ ഉണ്ടായത്? ഇപ്പോൾ ഇവിടെ
ഞാനില്ലെങ്കിൽ ഒന്നും നടക്കില്ല, ആ പായസം കരിഞ്ഞ് കട്ട പിടിച്ചിരിക്കും, ഇത് ഇളക്കാൻ ഞാനില്ലല്ലോ, ഇന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നു. അവരെന്ത് ചെയ്തു, പുതിയത് എടുത്തു. അങ്ങനെ ഇനിയിപ്പോൾ എന്തായി, ഞാനെന്ന ഭാവം പാടില്ല, എല്ലാം ഭഗവാനാണ് ചെയ്യുന്നത്, ഞാനൊന്നുമല്ല എന്ന് വരണം. മായയിൽ പെടരുത്. മായയിൽപ്പെട്ടവർക്കാണ് ഇങ്ങനെ ചട്ടകത്തിനെ പോലെയുള്ള മറുപടി കിട്ടണത്. ചട്ടകത്തിനെ പോലെ ആവാൻ ശ്രമിക്കരുത്. ചട്ടകത്തിനെ പോലെ ആവാതിരിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നിരന്തരം ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കണം. ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഒരാൾക്കും ചട്ടകത്തിൻ്റെ പോലെയുള്ള ഗതി വരില്ല. ഞാനെന്ന ഭാവം ഒരിക്കലും പാടില്ല. ഭക്തിയാണ് വേണ്ടത്. അതാണ് ഭഗവാന്റെ കാരുണ്യം. ഞാനാണ് എൻ്റെ എല്ലാം, ഞാൻ എന്നുള്ള ഭാവം മാറ്റിവെച്ച് ചട്ടകമാകാതെ ഭഗവാനാണ് എല്ലാം എന്ന് വിചാരിച്ച് ജീവിക്കുക. ഇതാണ് നമ്മുടെ ഈ കഥയിൽ പറയുന്നത്, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം ഭഗവാനെ വിളിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാനെ ഒരു ദിവസം പോലും ഭഗവാനെ വിളിക്കാതിരിക്കരുത്. ഭഗവാനെ വിളിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ എന്താവും? മായയിൽപ്പെടും. മായയിൽപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കും? ഞാനെന്ന അഹംഭാവം വരും. ഞാനെന്ന അഹംഭാവം വന്നാൽ എന്തായി? നമ്മൾക്ക് ഒരു നിർഗതിയും കിട്ടാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാവരും നന്നായി നാമം ജപിക്കുക. ഈ കലികാലത്ത് നമുക്ക് നാമജപമാണ് വേണ്ടത്. ഹരേ കൃഷ്ണ. സർവത്ര നാമസങ്കീർത്തനം. ഗോവിന്ദ.